കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നിന്റെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ക്ഷാമം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച എം.കെ. രാഘവൻ എം.പി. ഏകദിന ഉപവാസ സമരം തുടങ്ങി. ഡോക്ടർ എം.കെ. മുനീർ അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രമ്യ ദാസുണ്ട് വിശദാംശങ്ങളുമായി. രമ്യ, വിവരങ്ങൾ. ആതിര, രാവിലെ 8 മണി മുതലാണ് ഇത്തരത്തിലൊരു ഉപവാസ സമരം ആരംഭിച്ചിട്ടുള്ളത്. എം.കെ. രാഘവൻ എം.പിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഉപവാസ സമരം. അതായത് കഴിഞ്ഞ ജനുവരി 10 മുതൽ മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ കോഴിക്കോടിലെ താലൂക്ക് ആശുപത്രിയിലേക്കെല്ലാം മരുന്ന് വിതരണം, അതുപോലെ തന്നെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ എല്ലാം വിതരണം നിലച്ചിട്ടുണ്ട്. അതായത് വിതരണക്കാർക്ക് 8 മാസത്തെ 9 മാസത്തോളമായിട്ടുള്ള കുടിശ്ശികയായ 90 കോടിയിലധികം രൂപയാണ് നൽകാനുള്ളത്. ഇതിൽ 30 കോടിയെങ്കിലും കഴിഞ്ഞ ദിവസം ഇന്നലെയും വൈകിട്ടും മെഡിക്കൽ കോളേജ് അധികൃതരും അതുപോലെ തന്നെ മരുന്ന് വിതരണക്കാരും തമ്മിൽ ചർച്ച നടന്നിരുന്നു. ഇതിൽ 30 കോടി രൂപയെങ്കിലും നൽകണമെങ്കിൽ മാത്രമേ വിതരണം വീണ്ടും നടത്താനാവൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു മരുന്ന് വിതരണക്കാർ. ഇതിനെ തുടർന്ന് വീണ്ടും ഇവർ സ്ട്രൈക്ക് തുടരുകയാണ്. ഇതോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ എം.കെ. രാഘവൻ എം.പിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8 മുതൽ ഇത്തരത്തിലൊരു ഉപവാസ സമരം ആരംഭിച്ചിട്ടുള്ളത്. എം.കെ. മുനീർ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് തുടങ്ങിയ എല്ലാവരും ഇപ്പോൾ ഈ സമരപന്തലിലുണ്ട്. രാഘവൻ എം.പിയും ഇവിടെയുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചിരിക്കുകയാണ്. 10,000-കണക്കിന് രോഗികൾ ഈ ജില്ലയിലെയും ജില്ലക്ക് പുറത്തുമുള്ള ജില്ലകളിലെയും. കാരണം അവർക്ക് ആവശ്യമായ മരുന്നില്ല കൊടുക്കാൻ. സ്വാഭാവികമായും അവർക്ക് ലഭിക്കണം ചികിത്സ നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ഉപവാസ സമരം ആരംഭിക്കാൻ കാരണം. അത് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പരാജയമാണ്. ആരോഗ്യമന്ത്രി ഇടപെടുന്നില്ല. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് 90 കോടി കൊടുക്കാനുണ്ട്, അവന് മരുന്ന് കൊടുക്കുന്നില്ല. 240 കോടി ഇൻഷുറൻസിൻ്റെ വകയിൽ ഇവിടെ ക്ലെയിമുണ്ട്, കിട്ടാനുണ്ട്, അത് കിട്ടിയില്ല. ഒരു മാസം മെഡിക്കൽ കോളേജ് നടക്കണമെങ്കിൽ 10 കോടി വേണം. അപ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 2 ആഴ്ച കാലമായി ചികിത്സ കിട്ടുന്നില്ല. പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല. ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. പാവപ്പെട്ട ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് പുറത്തു വന്ന് പിരിവെടുത്തു. അത്ര ദയനീയമായ ചിത്രമാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണം, ആരോഗ്യമന്ത്രി ഇടപെടണം. ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൊടുക്കാനുള്ള പണം ഉടനെ കൊടുക്കാൻ നടപടി സ്വീകരിക്കണം. ഇൻഷുറൻസ് വകയിൽ കിട്ടാനുള്ള പണം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കണം. ഗവൺമെൻറ്, ആരോഗ്യമന്ത്രി എടുക്കണം. അത് എടുക്കുന്നില്ലെങ്കിൽ തുടർച്ചയായ സമരത്തെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും ആലോചിക്കും. ഇന്നലെ ഇവിടെയാണ് ചർച്ച. ആദ്യമായിട്ടാണ് ഇത്രയും 2 ആഴ്ച കാലമായി മരുന്നില്ല, കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല, ചർച്ചയ്ക്ക് വിളിച്ചില്ല. ഇന്നലെ മാത്രമാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ആ ചർച്ച അലസിപ്പോയി, തീരുമാനമായില്ല. അതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇനി മരുന്ന് കൊടുക്കില്ല. അപ്പോൾ പാവപ്പെട്ട രോഗികളാണ് കഷ്ടപ്പെടുന്ന ആലോചിക്കണം. അവർക്ക് വേറെ മാർഗമില്ല. ഇവരെങ്ങോട്ട് പോകുന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി ഉത്തരം പറയണം, ജില്ലയിലെ മന്ത്രിമാർ ഉത്തരം പറയണം, ഭരണകക്ഷി MLA മാർ ഉത്തരം പറയണം. ആതിര, ഇപ്പോൾ ഈ സമരത്തിന് പറയുന്നത് എം.കെ. രാഘവൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് തന്നെയാണ്. കാരണം കേരളത്തിലെ 6 ജില്ലകളെ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പാലക്കാട്, വയനാട്, കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെ 6 ജില്ലകളിലെ രോഗികളാണ് ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ രോഗികൾക്ക് മരുന്നില്ലാത്ത സംഭവങ്ങളും വളരെ പ്രധാനമേറിയതാണ്. ഇത്തരത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ആരോഗ്യമന്ത്രിയോ അതുപോലെ തന്നെ ജില്ലയിലെ MLA മാരോ നടത്തുന്നില്ല.
കൂടാതെ തന്നെ ജില്ലയിൽ 2 മന്ത്രിമാരുണ്ട്, ഇവരും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല തുടങ്ങിയ കൃത്യമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ MK രാഘവൻ ഉൾപ്പെടെ ഉയർത്തുന്നത്, സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. അതിനാൽ തുടർന്നാണ് ഇവിടെ ഈ സമരം നടക്കുന്നത്. നാളെ 8 മണി വരെയാണ് ഇത്തരത്തിലൊരു ഉപവാസ സമരം, 24 മണിക്കൂറാണ് ഉപവാസ സമരം നടത്തുന്നത്. ഇതിൽ ശക്തമായ നടപടി, ഇതിൽ കൃത്യമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ തുടർന്നും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് MK രാഘവൻ പറയുന്നത്. അതുതന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ ഈ മരുന്നു ക്ഷാമത്തിന്റെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ക്ഷാമത്തിലാണ് ഇത്തരത്തിൽ MK രാഘവൻ MP-യുടെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രമ്യ ദാസ്.